ഓണം ഇങ്ങെത്തിയില്ലേ. മാതള നാരങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് അച്ചാറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അധികം പഴുക്കാത്തതോ കയ്പുള്ളതോ പുറംതൊലി കട്ടിയുള്ളതോ ആയ മാതള നാരങ്ങയാണെങ്കിൽ പുറംതൊലി ചെറുതായി കനം കുറച്ച് ചെത്തി മാറ്റണം. ഇത് ഒട്ടും തന്നെ കയ്പില്ലാത്തത് കൊണ്ട് ഞാൻ തൊലി ചെത്തി മാറ്റുന്നില്ല. മാതള നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഒരൊറ്റ വിസിലിൽ വെന്ത് കിട്ടും. ഒരു വിസിൽ കേട്ട ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. കറി നാരങ്ങ തണുത്ത ശേഷം മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലെ കുരു നീക്കം ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. മാതള നാരങ്ങ ഇതുപോലെ അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അച്ചാറുണ്ടാക്കാം എന്നതു മാത്രമല്ല, അന്നു തന്നെ നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അച്ചാറുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അച്ചാർ 2 ദിവസം ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നാരങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 എരിവുള്ള പച്ചമുളക് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചിടാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1-2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് വഴറ്റാം. അതൊന്ന് വഴറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എരിവുള്ളതും എരിവില്ലാത്തതും ചേർന്ന മുളക് പൊടിയാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ ഇത്രയും മുളക് പൊടി ചേർക്കേണ്ടതില്ല. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനിയും നമുക്ക് കറിക്ക് ആവശ്യമായ ചാറിന് വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എത്രത്തോളം കറിയായിട്ട് വേണോ അത്രയും വെള്ളം ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് തിളച്ച ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാം. നാരങ്ങ അച്ചാർ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം അലുമിനിയം പാത്രത്തിൽ വച്ചതുകൊണ്ട് വച്ചിരിക്കാൻ പാടില്ല. അതിൽ നിന്നും കോരി മാറ്റണം. ഈ ഓണത്തിന് നിങ്ങളും ഇതുപോലെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കൂ.